നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഒന്നുമില്ല പ്രൊമോഷന്റെ കാര്യത്തിൽ. ലാലേട്ടൻ പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദൃശ്യത്തിനേക്കാളും മുകളിലാണ്. മനസ്സിലായില്ലേ? പല കാര്യങ്ങളും ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നല്ല സിനിമ. പഴയത് പുതിയത് ഒന്നുമില്ല. ലാലേട്ടനൊന്നും ലാലേട്ടൻ തുടരും. വില്ലൻ പൊളിച്ചു. ജോർജ് സാർ പൊളി. ലാലേട്ടൻ കിടുവാണല്ലോ. പടം ഹാപ്പിയാണ്. എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും നല്ല റെസ്പോൺസ് ആണ്. ഹാപ്പിയാണ്. ലാലേട്ടൻ പൊളിച്ചിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെ എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മൾ കണ്ടപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. എല്ലാവരും ഹാപ്പിയായിരുന്നു. ഉറപ്പായിട്ടും. ശരി, അത് നിങ്ങൾ പടം കാണും. പിന്നെ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരും എന്തോ രക്ഷയില്ല. ലാലേട്ടൻ നമുക്കിങ്ങനെ കണ്ണ് മാറാതെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. എന്തോ മൊത്തത്തിൽ അടിപൊളിയാണ്. കണ്ടു നോക്ക്, പടം കാണും. എല്ലാവരും കണ്ടോ? ഇല്ല, ഇവിടെ ഉള്ളവർ കണ്ടു. പിന്നെ എന്നാ കാണ്. ചെല്ലട്ടെയാണെന്നോ പോയി. ലാലേട്ടൻ എങ്ങനെയുണ്ട്? വലിയ നന്ദിയുണ്ട് ലാലേട്ടനെ തിരിച്ചെന്നതില്. പഴയ ലാലേട്ടനെ തിരിച്ചെന്നതില് വലിയ നന്ദിയുണ്ട്. ചേട്ടന്റെ സന്തോഷത്തിലും ആ ചിരിയിലൊക്കെ കാണാൻ പറ്റും പടം എങ്ങനെയാണ്, എന്താണെന്ന് ബാക്കിയുള്ള എല്ലാവരുടെയും മുഖത്തെ എക്സ്പ്രഷൻ പറയുന്നുണ്ട് പടം എന്താണെന്ന്. ജോർജ് സാർ എങ്ങനെയാണ് പ്രകാശ് സാറിനെ ഇത്രയും വലിയ വില്ലനായിട്ട് സാറിനെ ആ വലിയ സ്ക്രീനാക്കോ? ആ സ്ക്രീൻ ഒന്ന് വലുതാക്കാം. വളരെയധികം സന്തോഷം. ഇതെല്ലാം എല്ലാവരും ആഗ്രഹിച്ച് ശരിയാ, അത്രയേ ഉള്ളൂ. അതാണ് നേരത്തെ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഒന്നുമില്ല പ്രൊമോഷന്റെ കാര്യത്തിൽ. നേരത്തെ സ്ട്രാറ്റജി ആണോ ലാൽ സാറിനെ വിളിച്ചിരുന്നോ? നല്ല അഭിപ്രായം. രാവിലെ റിലീസിന് മുമ്പ് വിളിച്ചിരുന്നു. എല്ലാം അടിപൊളിയാകുന്നു പറഞ്ഞു. ഇപ്പം വീഡിയോ കോൾ ഗംഭീരം. താങ്ക് യു. ഇറങ്ങിക്കോട്ടെ. നിങ്ങൾ എല്ലാവരും റിയൽ ഫാൻ ബോയ്. തീർച്ചയായിട്ടും വളരെ നല്ലൊരു എന്താ പറയാ, തരുൺ ഒരു മാജിക് തന്നെ ക്രിയേറ്റ് ചെയ്തു ലാൽ സാറിനെ വെച്ച്. താങ്ക് യു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അല്ലേ? നിങ്ങളല്ലേ പറയണ്ടേ. നമ്മൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ തന്നെ ശരിക്കും അതിൻ്റെ ഇമോഷൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും പെർഫോമൻസ് തരുൺ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടനും ശോഭന മാമും ഹൗ ഇറ്റ് ഈസ്. ഐ തിങ്ക് ഒരു നമ്മൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ഒരു സ്റ്റോറിയിൽ ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് ഒരു കർവ് വരുമ്പോൾ പെർഫോമൻസ് ഷിഫ്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഐ thoroughly enjoyed. ഇനിയും പ്രോപ്പറായിട്ട് സമാധാനമായിട്ട് ഇരുന്നൊന്നും കൂടെ കാണാം. ഫീച്ചർ ഫിലിം പ്ലാനിങ് ഒക്കെ ഉണ്ടോ? ആയി വരുന്നു. അതെ,
താങ്ക് യു സോ മച്ച്. സിനിമ കാണുക, ഒരാൾ ഇതിന് നെഗറ്റീവ് പറയില്ല. ഇതിന് ഫൈറ്റേഴ്സ് ഇല്ല ഈ സിനിമ. കാരണം അല്ല, ലാലേട്ടൻ പണ്ടത്തെ ഇപ്പോഴത്തേക്കും ഒന്ന് തന്നെയാണ്. ലാലേട്ടൻ്റെ പ്രശ്നമല്ലല്ലോ. ലാലേട്ടൻക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? ലാലേട്ടൻ സിനിമയ്ക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹം അല്ലേ, അദ്ദേഹത്തിൻ്റെ പ്രണവം എന്ന കമ്പനിയിലൂടെയൊക്കെ ഒരുപാട് നല്ല സിനിമകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ലാലേട്ടനെ ഉപയോഗിക്കാൻ അറിയില്ല, മനസ്സിലായില്ലേ? ലാലേട്ടനെ നന്നായി ഉപയോഗിച്ചു, നല്ല സിനിമ നമുക്ക് കാണാൻ പറ്റി. ഒരു ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ ഒരു സിനിമ. പിന്നെ ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഭയങ്കര രൂക്ഷമായിട്ടുള്ള ഒരു വലിയൊരു വിഷയം ഇതിലൂടെ കാണിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ദൃശ്യത്തിനേക്കാളും മുകളിലാണ്, മനസ്സിലായില്ലേ? പല കാര്യങ്ങളും ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നല്ല സിനിമ. ആക്ഷൻ സീനൊക്കെ അങ്ങ് കോരിത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും കണ്ടത്. പിന്നെ ഇമോഷണലി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. നല്ല പടം, നല്ല ബ്ലോക്ക് ബസ്റ്ററാണ്. ഇത് 100 കോടി മേലെ പോകുന്നതായാലും നല്ല പടങ്ങളാണ്. കണ്ണുകൾ വരെ അഭിനയിക്കുമെന്ന് പറയില്ലേ, അതെല്ലാം ഇതിൽ കാണാനുണ്ട്. ഫാമിലി ആയിട്ട് എല്ലാവരും വന്ന് കാണാം. നല്ല സൂപ്പർ മൂവി, നല്ല ഡിറക്ഷൻ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷൺമുഖൻ കാറിൽ യാത്ര ചെയ്യുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റിനോട് അവർക്ക് ഷൺമുഖന് കാറിനോടുള്ള പോലത്തെ ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ വരെ എത്തി. നല്ല എന്താ ഭയങ്കര സന്തോഷം. തരുൺമൂർത്തിയാണ് ഈ സിനിമ ഇങ്ങനെ ആക്കിയത്. അവനെക്കുറിച്ച് എന്താ പറയുക, അവൻ വന്നതിന് ശേഷമാണ് ഈ സിനിമയ്ക്ക് ഈ വലുപ്പം ഉണ്ടായത്, അല്ലെങ്കിൽ ഈ രീതിയിൽ ഈ സിനിമ മാറിയത്. എന്താ പറയുക, ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ ഒരു 2 വർഷം മറക്കാൻ പറ്റാത്തതാണ്. അതെനിക്കും പല രീതിയിൽ എക്സ്പീരിയൻസ് ആണ്. ശോഭനമാൻ, ലാലേട്ടൻ കോമ്പനെ കുറിച്ചായിട്ട് അത് ഹാപ്പിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ലാലേട്ടൻ ഈ സിനിമയിൽ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. പിന്നെ കൂടുതൽ ഇപ്പോൾ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ എനിക്കൊന്ന് കഥ ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് സീൻസായിട്ട് അങ്ങനെ എടുത്ത് പറയുന്നില്ല. സസ്പെൻസ് ആണ്, അതുകൊണ്ട് കൂടുതൽ പടത്തിൻ്റെ എൻടൈറ്റിൽ വെച്ച് പറയാം, മോഹൻലാൽ തുടരും. പുള്ളിയാന്ന് പറയുന്നില്ല, സംഭവം ഇവർക്ക് തിയേറ്ററിൽ വന്ന് കാണാം. അത് എക്സ്പെക്ടേഷൻ ഒന്നുമില്ലാതെ വന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു റിവ്യൂസ് വരുമ്പോൾ എന്തായാലും എക്സ്പെക്ടേഷൻ കൂടുതൽ എനിക്കറിയാം. ബട്ട് കുറേ നാൾ ശേഷം ഗൂസ് ബംസ് പടം പൊളിച്ചു. അങ്ങനെ പഴയത് പുതിയത് ഒന്നുമില്ല. ലാലേട്ടനൊന്നും ലാലേട്ടൻ തുടരും. അതായത് തരുൺമൂർത്തി എന്ന് പറയുന്ന ഡയറക്ടർ എന്താണോ പറഞ്ഞത്, ചാനലുകളിൽ എന്താണോ പറഞ്ഞത്, ഒരു തള്ളല്ല എന്നുള്ളത് തിയേറ്ററിൽ വന്ന് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത്. ഞാനൊരു ഫുൾ ഫാമിലി സിനിമയായിട്ട് ഞാൻ വന്ന് കണ്ടതാണ്. ഇതിൽ സ്റ്റണ്ടൊന്നും ഇല്ലാവെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിൻ്റെ ഡയറക്ഷൻ, അതുപോലെ എൻ്റെ റൈറ്റിംഗ് നടത്തിയിട്ടുള്ള അദ്ദേഹം, പിന്നെ BGM, മ്യൂസിക് ചെയ്തിട്ടുള്ള ആൾ, പാട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു, എനിക്കൊന്ന് മാസ് ക്ലാസ് ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഇത്. ഈ സിനിമ നമ്മളെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. സൗദി വെള്ളയ്ക്ക പോലുള്ള സിനിമകൾ, അതുപോലെ തന്നെ ഓപ്പറേഷൻ ജാവ പോലുള്ള സിനിമകൾ വ്യത്യസ്തമായ ജോണറിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വന്ന തുടരുന്ന മൂവിയാണ്. 3ാമത്തെ സിനിമ ഹിറ്റടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ്. അതുപോലെ ഷോട്ടുകൾ വെച്ചിട്ടുണ്ട്, അതുപോലെ ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല, കിടിലമാണ്.